الحمد لله الحمد لله الواحد القهار الصمد الجبار نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وما توفيقي إلا بالله عليه توكلت وإليه أنيب صلى الله عليك يا سيدنا يا شفيعنا يا رسول الله صلى الله عليك يا سيدنا يا حبيبنا يا رسول الله وأفوض أمري إلى الله إن الله بصير بالعباد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وأبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله إلى آخر الآية صدق الله مولانا العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى
അലമു ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഭവനത്തിൽ, പരിശുദ്ധമായ ജുമുഅയുടെ സമയത്തിൽ, പരിശുദ്ധമായ വസന്തങ്ങളുടെ പൂക്കാലമായ സർവ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികളിൽ, പടപ്പുകളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തിയെ പടച്ച, മദീനയുടെ മണവാളനെ പടച്ച പരിശുദ്ധമായ റബീഉൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും സഫലീകരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം ഹലാലായ ആഗ്രഹങ്ങളെ പടച്ചു തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. അസുഖങ്ങളായി വീടുകളിൽ കഴിയുന്ന ഒരുപാട് പേര്, അവർക്കെല്ലാം അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫാഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപികളായ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതത്തിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഏറ്റവും പ്രിയങ്കരനായ, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാകുവാൻ ഒരുപാട് മാനദണ്ഡങ്ങൾ അവൻ വെക്കുന്നുണ്ട്. ഒരുപാട് മാനദണ്ഡങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഞാനിപ്പോ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം തന്നെ സൂറത്തു തൗബയിലെ ഒരു സൂക്തമാണ് ഞാനിപ്പോ ഓതിയത്. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ, റബീഉൽ അവ്വൽ മാസമാണ്, ആദ്യത്തെ ഒന്നാമത്തെ ദിനമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് സലാത്തൊക്കെ കേൾക്കുമ്പോൾ, മുഹമ്മദ് നബിയുടെ പേര് പറയുമ്പോൾ സലാത്ത് നല്ലതുപോലെ ഉറച്ചു തന്നെ പറയണം. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരു മാനദണ്ഡം പറയുകയാണ്. തന്റെ ഉമ്മത്തിനോട് അല്ലാഹു പ്രവാചകനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. സൂറത്തു തൗബയിൽ അത് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 24-ാമത്തെ ആയത്തിലൂടെ അതിനെ പഠിപ്പിച്ചു നൽകുകയാണ്. ഖുൽ ഇൻ കാന ആബാഉകും, ഖുൽ നബിയേ തങ്ങൾ പറയണേ, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാരായാൽ, സമൂഹത്തോട് പറയുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഇഷ്ടദാസനായ, തന്നിലേക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രവാചക ശൃംഖലയുടെ ഉത്തമ കണ്ണിയായ, ചങ്കിലെ ചോരയായ, കൽബിന്റെ തുടിപ്പായ, കരളിന്റെ കരളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിന്റെ രാജകുമാരനാണ്. ഫിദാക അബീ വ ഉമ്മി, ഉമ്മയെക്കാളും വാപ്പയെക്കാളും ഏറെ ഇഷ്ടപ്പെടേണ്ട ആ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അഭിസംബോധന ചെയ്യുകയാണ്. ഖുൽ നബിയെ തങ്ങൾ പറയണേ, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാരായാൽ, സമൂഹത്തോട് പറയുകയാണ്. വ അബ്നാഉകും, നിങ്ങളുടെ മക്കളായാൽ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന മക്കളുണ്ടല്ലോ അവരായാലും, വ ഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരന്മാരായാലും, വ അസ്വാജുകും, നിങ്ങളുടെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും തുണയായി, ഇണയായി കൂടെ നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടല്ലോ, ഇണകളുണ്ടല്ലോ അവരായാലും, വ അശീറത്തുകും, നിങ്ങളുടെ ബന്ധുമിത്രാദികളായാലും, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിക്കുന്ന പണമുണ്ടല്ലോ അതായാലും, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങൾ മാന്യത പടരുമെന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവുമുണ്ടല്ലോ, വ
വമസാകിനു തർലൗനഹാ, നിങ്ങളേറെ തൃപ്തിപ്പെടുന്ന വീടുകളുണ്ടല്ലോ. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, ഇത്രയും കാര്യങ്ങളായാലെന്ന് പറയുകയാണ് നബി തങ്ങൾ. എന്തായാൽ അഹബ്ബ ഇലൈക്കും, നിങ്ങളിലേക്ക് പ്രിയങ്കരമായാൽ, ഏതിനേക്കാളെന്നറിയുമോ? മിനല്ലാഹി വറസൂലി, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും മുകളിൽ ഇവരെ ആക്കിയാൽ, ഈ പറഞ്ഞ എല്ലാ കാര്യത്തെയും നബിതങ്ങളെയും അള്ളാഹുവിന്റെ മുകളിലും നിങ്ങൾ പ്രിയപ്പെട്ടതാക്കിയാൽ, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതിന് നിങ്ങൾ കാത്തിരുന്നു കൊള്ളാൻ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്ത് പറയുകയാണ്. فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നമ്മുടെ സ്വന്തം നഫ്സിനേക്കാളും നമ്മൾ ഏറെ ഇഷ്ടപ്പെടേണ്ട, നമ്മുടെ ഭാര്യയേക്കാൾ, സന്താനത്തെക്കാൾ, ബന്ധുമിത്രാദികളെക്കാൾ, വീടിനേക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ ഏറെ ഇഷ്ടപ്പെടേണ്ട രണ്ടു പേരാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഏറെ ഇഷ്ടപ്പെടേണ്ട, പ്രണയിക്കേണ്ട രണ്ടാളുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയും രണ്ടാമത്തേത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്താണ് നബിതങ്ങളെ പ്രണയിക്കേണ്ടതിനെ പറ്റി പറയുന്നത്. എത്രയേറെ വിശാലമാണെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖിനെ പോലെ പ്രണയിക്കണം റളിയല്ലാഹു അൻഹു. ഹിജ്റയുടെ രാത്രിയിൽ അവർ രണ്ടുപേരും പോകുമ്പോ വെപ്രാളപ്പെട്ട് മുന്നിലേക്കും പിന്നിലേക്കും ഓടുന്ന അബൂബക്കറിനോട് ചോദിക്കുകയാണ്, യാ അബൂബക്കർ, അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, എന്തേ നിനക്കിത്ര വെപ്രാളം, എന്തിനാണ് നീ ഇത്ര പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, എന്റെ നഫ്സിനൊന്നും പറ്റിയെങ്കിലും കുഴപ്പമില്ല നബിയേ, എന്റെ കൂടെ നടക്കുന്ന എന്റെ ഉറ്റമിത്രം, എന്റെ ഇഷ്ട കൂട്ടുകാരൻ, ഞങ്ങളുടെ നേതാവിന്റെ കരങ്ങൾക്ക്, ഞങ്ങളുടെ നേതാവിന്റെ ശരീരത്തിന്, പുണ്യമായ ആ ശരീരത്തിന് എന്തെങ്കിലും പറ്റുമോ, ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്വന്തത്തേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രണയമാണ് നബിതങ്ങളിലേക്ക് വേണ്ടത്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചില്ലേ? നമുക്ക് വേണ്ടിയല്ലേ ഇത്രമാത്രം ത്യാഗങ്ങൾ? അള്ളാഹുവിന്റെ റസൂല് ത്യാഗം ചെയ്തത് തന്നെ. എല്ലാ പ്രവാചകന്മാരും നാളെ വാനലോകത്ത് വരുമ്പോ ഒരു പ്രവാചകൻ മാത്രം ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടുവരും. അത് നമ്മുടെ നേതാവ് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. പ്രേമഭാചനമാകണം നമ്മുടെ നബിതങ്ങൾ. ചെറുപ്പത്തിൽ തന്നെ ആമിന ബീവിയുടെ ഉദരങ്ങളിൽ നിന്ന് ഈ ഭൂമിയിലോട്ട് വരുമ്പോ, പൂജാതനാകുമ്പോ എത്രമാത്രം അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു ഈ ഭൂമിയെ നിറച്ചു. ബിംബങ്ങള്, മുശ്രിക്കായ ആളുകൾ ആരാധിക്കുന്ന ബിംബങ്ങളെ അള്ളാഹു തലകീഴായി മറിച്ചില്ലേ? എല്ലായിടത്തുമുള്ള സ്വേച്ഛാധിപതികൾ എല്ലാവരും ഭയപ്പെട്ടു പോയില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം കൊണ്ട് എല്ലാവരും ശത്രുക്കളെല്ലാം ഭയപ്പെടുമ്പോ, അതെല്ലാം നല്ല മനുഷ്യർക്കുള്ള ഒരു ഏറ്റവും സന്തോഷമായ സുദിനവുമായിരുന്നു. ഭൂമിയിലേക്ക് അനുഗ്രഹമായി വന്ന പ്രവാചകന്റെ ആ ഭൂജാതനാകുന്ന ആ സമയം മുതൽ ഭൂമിയാകെ സന്തോഷിച്ചു. മലക്കുകളെല്ലാം അവിടെ നിന്ന് സന്തോഷ കുശലങ്ങൾ പറഞ്ഞു. മലക്കുകളെല്ലാം ആഹ്ലാദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12-ന് അള്ളാന്റെ റസൂലിനെ ആമിന ബീവിയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഭൂജാതനാക്കുമ്പോ വെറുമൊരു മനുഷ്യനായിട്ട് ജീവിക്കാനല്ല അള്ളാന്റെ റസൂലിനെ ഇവിടെ കഴിച്ചത്. ഒരുപാട് പേർക്ക് ഗുണപാഠം സിദ്ധിക്കാൻ, ഒരുപാട് പേരെ മോശമായ മാർഗത്തിൽ നിന്ന് 6-ാം നൂറ്റാണ്ടിനെ കുറ്റം പറയുന്ന ആളുകൾ, നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഞങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിനേക്കാൾ വലിയൊരു സംസ്കാരമില്ല, ഞങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിനേക്കാൾ വലിയൊരു നേതാവിനെ കണ്ടെത്താനായില്ല.
നിങ്ങൾ ആ നേതാവിനെ കടത്തിവെക്കുന്ന, ആ നേതാവിന്റെ സംസ്കാരങ്ങളെ കടത്തിവെക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾ 6-ാം നൂറ്റാണ്ടിനെ കുറ്റം പറയാൻ. അത്രത്തോളം പരിശുദ്ധമാക്കി നബി തങ്ങൾ എടുത്തില്ലേ? അന്നത്തെ ആളുകൾ പറയുമായിരുന്നു, എന്നെ ഖബറടക്കുമ്പോ എന്റെ ഖബറിന്റെ മുകളിൽ മുന്തിരിച്ചെടി വെച്ച് പിടിപ്പിക്കണം. എന്തിനെന്നറിയുമോ? ഞാൻ മരണപ്പെട്ടു പോയി കഴിയുമ്പോഴും ആ കല്ലിന്റെ മാധുര്യം എനിക്ക് ആസ്വദിക്കാൻ, അതിന്റെ വേരിറങ്ങി എന്റെ ഖബറിലേക്ക് വരുമ്പോ അതിന്റെ നീര് വന്ന് എന്റെ വായിലേക്ക് വീണിട്ടെങ്കിലും അത്രത്തോളം മതപ്പതിച്ചു പോയിരുന്ന ഒരു സമൂഹത്തിന് അള്ളാന്റെ റസൂല് വിശുദ്ധ ഖുർആനിലൂടെ റളിയല്ലാഹു അൻഹും വറദൂ അൻ എന്ന് പറയേണ്ട സ്ഥിതിക്ക് ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യം എത്ര വലുതായിരുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. പ്രവാചകന്റെ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് പ്രവാചകൻ വിട പറഞ്ഞു പോയ മാസവുമാണ്. അതുപോലെ തന്നെ ഉലമാക്കൾ പറയുന്നു ജനിച്ച മാസവുമാണ്. എന്തായിരുന്നാലും ജീവിതത്തിന് നമ്മൾക്കുണ്ടായിരിക്കേണ്ട ഒരു പാഠമാണ് ആ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ പിൻപറ്റുക, ആ പ്രവാചകനെ പ്രണയിക്കുക. അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ട് ഉമറേ, യാ ഉമർ, എന്നെ എത്രമാത്രം നിനക്ക് ഇഷ്ടമുണ്ട് എന്ന് ചോദിക്കുമ്പോ അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കുകയാണ്, ലഅൻത അഹബ്ബ ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കങ്ങേ എല്ലാ വസ്തുക്കളെക്കാളും ഇഷ്ടമാണ്, എല്ലാ വസ്തുക്കളെക്കാളും ഇല്ലാ മിൻ നഫ്സി, എന്റെ നഫ്സൊഴികെ അങ്ങേ എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് നബിയെ. അള്ളാന്റെ റസൂൽ അത് കേട്ടു. നബി തങ്ങൾ എന്നിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, ലാ, അങ്ങനെയല്ല ഉമറേ, അങ്ങനെയല്ല. അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക യാ ഉമർ, നിന്റെ നഫ്സിനേക്കാളും നിന്റെ സ്വന്തം ശരീരത്തെക്കാളും എല്ലാ വസ്തുവിനേക്കാളും പറയുന്നതോടുകൂടി നീ നിന്റെ നഫ്സിനെ മാറ്റി നിർത്തിയില്ലേ? നീ മുഅ്മിനാകണമെങ്കിൽ നിന്റെ നഫ്സിനെ മാറ്റി നിർത്തി നീ എന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. നീ എന്നെയാക്കണം നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയങ്കരമാക്കേണ്ടത്. അത്രയും നാൾ സ്വന്തം നഫ്സിനെ കഴിഞ്ഞ് നബിതങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരുത്തുകയാണ് പ്രവാചകർ തിരുത്തുമ്പോ ഫബാദറ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒന്ന് നിശ്ചലനായി നിന്നിട്ട് വെട്ടത്തിൽ വേഗതയാക്കി നബിതങ്ങളോട് മറുപടി പറയുകയാണ്. ഫഖാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫഇന്നഹു അൽആന വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ നബിയേ, ഇപ്പോൾ മുതൽ എന്റെ നഫ്സിനേക്കാളും എന്റെ സ്വന്തം ശരീരത്തെക്കാളും അങ്ങേ ഞാൻ വല്ലാതെ പ്രണയിക്കുന്നു നബിയേ. അതുകൊണ്ടാണ് നബി തങ്ങളുടെ വഫാത്ത് പറയുന്ന ആരെങ്കിലും എന്റെ മുന്നിലേക്ക് വന്നാൽ അവന്റെ തല അരിഞ്ഞു കളയുമെന്ന് പറഞ്ഞ് നബി തങ്ങൾ വഫാത്തായ സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുകൊണ്ട് നടന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്രത്തോളം നബിയെ ഇഷ്ടപ്പെട്ടു. നബി തങ്ങളെ വല്ലാതെ പ്രണയിക്കണം. അബൂബക്കർ സിദ്ദീഖിനെ പോലെ പ്രണയിക്കണം, ബിലാലിനെ പോലെ പ്രണയിക്കണം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തിന്റെ സമയത്ത് തന്റെ പ്രിയതമ നിന്ന് കരയുമ്പോ തിരിച്ചു ചോദിക്കുകയാണ്. ബിലാൽ ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, എന്തിനാണ് കരയുന്നത്? ഗദന അൽകാ മുഹമ്മദർ റസൂലുള്ളാഹ് വഅസ്ഹാബ, നാളെ ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ്. നാളെ എന്റെ വഫാത്തിന്റെ ശേഷം ഞാൻ പോകുന്നത് എന്റെ പ്രേമഭാചനമായ മുഹമ്മദ് മുസ്തഫയുടെ
അടുക്കലേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയങ്കരരായ അനുചരന്മാരുടെയും അടുക്കലേക്കാണ് പോകുന്നത്. എത്രയേറെ ഈമാനുള്ളവരാണെങ്കിലും റബീഉൽ അവ്വൽ വരുമ്പോ വല്ലാത്ത മധുഹ് ചൊല്ലുന്ന പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റുമ്പോഴാണ് നബിതങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബിതങ്ങളിൽ വല്ലാത്ത മാതൃക, നല്ല ഒരു മാതൃകയാണ് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു നൽകിയിട്ട് പോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും നബിതങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സാഹിബ്, കൂട്ടുകാരൻ, നബിതങ്ങളുടെ കൂട്ടുകാരൻ എന്നുള്ള പദം അബൂബക്കറിന് നൽകിയത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നബിതങ്ങളെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വചനമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഒരൊറ്റ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെയൊക്കെ നബിതങ്ങളോടുള്ള ഇഷ്ടം. നമ്മളിങ്ങനെ ഇഷ്ടം പറഞ്ഞു നടക്കുന്നതല്ലാതെ നബിതങ്ങളുടെ തിരുസുന്നത്തിനെ പിൻപറ്റുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. റബീഉൽ അവ്വൽ വരുമ്പോ ഏതെങ്കിലും തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ റബീഉൽ അവ്വലിന്റെ അവകാശി, നിങ്ങളാണ്. അല്ലാതെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നബിദിനത്തിനെയും അതുപോലെ നബിതങ്ങൾ ജനിച്ചതും വഫാത്തായതുമായ ഈ മാസത്തെ നിങ്ങൾ വേറെ രീതിയിൽ ചെലവഴിച്ചാൽ ഒരു പ്രയോജനവുമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകുമ്പോ തിരുസുന്നത്തുകളെ മുന്നിലേക്ക് വെക്കാൻ തങ്ങളെ ഇഷ്ടപ്പെട്ടതിന്റെ കാരണം പറയുമ്പോ തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിയിട്ടാണ് ഞാൻ അങ്ങേ ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ കഴിയണം. അങ്ങനെയുള്ള ആളുകൾ എന്റെ മുന്നിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ വിജയികൾ. നിങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായി ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എത്ര എഴുതിയാലും എത്ര പറഞ്ഞാലും എത്രയേറെ മദദ് ചൊല്ലിയാലും തീരാത്ത ഒരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മം നൽകിയ ഉമ്മയുടെ മുത്തുമോനാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മദീനയുടെ മണവാളൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് പ്രാവശ്യത്തെ കുറിച്ച് അനസ് റളിയല്ലാഹു തആല അൻഹു, നബിതങ്ങളുടെ ഖാദിമായ അനസ് റളിയല്ലാഹു തആല അൻഹു രണ്ട് ദിവസത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ലമ്മാ കാനൽ യൗമുൽ ലദീ ഖദിമ ഫീഹി റസൂലുള്ളാഹ്, ആദ്യമായി മദീനയിലേക്ക് ഹിജറ ചെയ്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് വന്നപ്പോ അല്ലാഹ മിൻഹാ കുല്ലു ശൈ, എല്ലാവരും വളരെ സന്തോഷവാന്മാരായിരുന്നു. മദീന മുഴുവൻ പ്രകാശിച്ചു. മദീനയിലേക്ക് റസൂലുള്ളാഹ് വന്നപ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതുകൊണ്ടാണ് സ്വഹാബാക്കൾ, മദീനയിലുള്ള സ്വഹാബാക്കൾ എല്ലാവരും അൻസാരികളായ ആളുകളെല്ലാം അവരുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നബിതങ്ങളെ കാത്തിരിക്കുകയാണ്. എല്ലാവരും വന്നു നബിതങ്ങളെയും അബൂബക്കറിനെയും കാത്തിരിക്കുകയാണ്. നബിതങ്ങളുടെ ഒട്ടകത്തിന്റെ ആ നിഴലടിച്ചപ്പോൾ തന്നെ അവർ പാടുകയാണ്, മിൻ സനിയാത്തിൽ വദാ, സനിയാത്തുൽ വദാഇൽ നിന്ന് ഉദിച്ചുയർന്നു വന്ന ചന്ദ്രനെ പോലെ അള്ളാഹുവിന്റെ റസൂലിനെ അവർ വിളിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു എഴുതി വച്ചില്ലേ, അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. നബിതങ്ങളുടെ അത്രമാത്രം ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർ വിവരിക്കുകയാണ് അവരുടെ വാക്കുകളിലൂടെ, അൻത തത്ലു ബൈനനാ, ഞങ്ങളുടെ ഇടയിൽ ഉദിച്ചുയർന്നു വന്ന ഒരു മനുഷ്യനാണെന്ന്. ഏതുപോലെ എന്നറിയുമോ, ഫിൽ കവാകിബി കൽ ബുദൂർ, മിന്നിത്തിളങ്ങുന്ന ആ നക്ഷത്രങ്ങളുടെ ഇടയിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രനെ പോലെ വന്നവരാണെന്ന്. എന്നിട്ട്
സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തന്നെ തിരിക്കുകയാണ്, അതിനെ തിരിച്ചു വീണ്ടുമെന്ന് പറയുന്നു. ബൽ അങ്ങനെയല്ല കേട്ടോ, വ അശ്റഫു അതിനേക്കാൾ മഹത്തരമായി അങ്ങ് വന്നു നബിയെ യാ സയ്യിദി ഖൈറൻ നബി, എല്ലാ നന്മകളുമായിട്ട് വന്ന നബിയെ, അങ്ങൊരു ചന്ദ്രനെ പോലെയുമല്ല, ഞാൻ വിവരിച്ചതുപോലെയുമല്ല, അതിനേക്കാൾ എത്രയും മഹത്തരമായിട്ടാണെന്നറിയുമോ അങ്ങ് വന്നത്. കുറച്ച് ദിവസങ്ങളായി പിരിവ് നല്ലതുപോലെ എല്ലാവരും കൊടുക്കണം ഇൻഷാ അല്ലാഹ്. കാര്യമായിട്ട് തന്നെ നമ്മുടെ പള്ളിയിലേക്കാണ് ഇതെല്ലാം വരുന്നത്. നബിതങ്ങളുടെ അടുക്കലേക്ക് ആദ്യമായി പോകുന്ന ആളുകളെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, സദക്ക ആര് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നോ അവന്റെ കൈ നീളും. സൈനബ് റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് സ്വർഗത്തിലേക്ക് ആദ്യമായി വരുന്നത് ആരാണ് നബിയെ? സദക്ക ആര് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നോ അവരുടെ കൈ നീളും. അവരുടെ കൈ നീളുമ്പോ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു കൂട്ടുകാരനാകാൻ അവർക്ക് ഭാഗ്യം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. 10ന്റെ നോട്ട് തെരഞ്ഞ് അതിനെ തിരിഞ്ഞി ഇരിക്കണ്ട. നല്ലതുപോലെ എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ ആവശ്യമില്ലാത്ത ഇടങ്ങളിലെല്ലാം നമ്മൾ കൊടുക്കുന്നതല്ലേ. അള്ളാന്റെ റസൂലിന്റെ ആ തിരുസുന്നത്തല്ലേ സദക്ക എന്നത്. അത് പള്ളിക്ക് കൂടെ ആകുമ്പോ നാളെ ബർസഖി ജീവിതത്തിൽ അള്ളാഹു തന്നെ അതൊരു വെളിച്ചമായി കൊണ്ടുവരും. അള്ളാഹു നമ്മുടെ സദക്കകളെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സദക്കകളെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നബിതങ്ങളെ ഏറ്റവും കൂടുതൽ തിരുസുന്നത്തുകൾ അനുസരിച്ച് ഇഷ്ടപ്പെടുന്നവരാകുക. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നബിതങ്ങളായിരിക്കണം, പിന്നെ ആയിരിക്കണം ബാക്കിയെല്ലാം. അത് മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നിങ്ങളിലേക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ഏറെ ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് 2 പേരെ ആയിരിക്കണം. ഒന്ന് അല്ലാഹു, പിന്നെ അവന്റെ റസൂൽ. ഉവൈസുൽ ഖർനി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. നബിതങ്ങളെ നേരിട്ട് കാണാത്ത സഹാബിയാണ്. നബിതങ്ങള് വസിയത്ത് കൊടുത്തു ഉമർ ഇബ്നുൽ ഖത്താബിനും അലി ഇബ്നു അബീ താലിബിനും, നിങ്ങൾ എന്റെ വഫാത്തിന് ശേഷം ഉവൈസുൽ ഖർനിയെ യമനിലെ ഖർന് എന്ന സ്ഥലത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്. നിങ്ങൾ കണ്ടുമുട്ടിയാൽ എന്റെ വസിയത്തായി പറയണം, ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന്. നബിതങ്ങളെ കാണാതെ നബിതങ്ങളെ പ്രണയിച്ച ഒരു മനുഷ്യന്റെ പേരാണ് ഉവൈസുൽ ഖർനി. മദീനയിൽ നിന്ന് ആരെങ്കിലും യമനിലേക്ക് വന്നു എന്നറിഞ്ഞാൽ ഓടിപ്പോകും. എന്നിട്ട് ആ മനുഷ്യന് ചുംബനം കൊടുക്കും. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന ആ പുണ്യമായ സ്ഥലത്തിൽ നിന്ന് വന്ന മനുഷ്യനല്ലേ. അതുകൊണ്ട് ഓടിപ്പോയ ആ മനുഷ്യൻ ചുംബനം കൊടുക്കും. ഉഹദ് യുദ്ധത്തിൽ നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ചോര വന്നു. നബിതങ്ങളുടെ പല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോ എല്ലാ പല്ലുകളെയും ഉടച്ചു കളഞ്ഞ മനുഷ്യന്റെ പേരാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. പ്രേമഭാചനം അത്രത്തോളമാകണം. സ്വന്തം നഫ്സിനെ ഒരിക്കലും ഉപദ്രവിക്കരുത് എന്ന് ഇസ്ലാം പറയുമ്പോ പ്രണയം അതിരറ്റ് ഹൃദയത്തിലേക്ക് ഇറക്കി ആവാഹിച്ചിറക്കിയപ്പോ അതുപോലും മറന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചെങ്കിൽ നാളെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ് മനുഷ്യൻ. അള്ളാഹു നമ്മെ അവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരുമിപ്പിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയും നമ്മുടെ പരമ്പരകളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബീഉൽ അവ്വൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാക്കാൻ DJ പാർട്ടിയും മോശമായ കാര്യങ്ങളുമായി തുടർന്നു പോകാതെ ഏറ്റവും സുന്ദരമായ നിലയിൽ നബിതങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.